ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാവൊന്നും കുഴയ്ക്കാതെ പരത്താതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ലിക്വിഡ് ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായുള്ള ബാറ്റർ ആദ്യം തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 2 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ആദ്യം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ദോശയ്ക്കൊക്കെ കലക്കിയെടുക്കുന്നത് പോലത്തുള്ള ബാറ്ററല്ല ഇതിന് വേണ്ടത്. കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്റർ വേണം ഇതിനൊന്ന് തയ്യാറാക്കി എടുക്കേണ്ടത്. ഞാനിവിടെ ബാക്കി 1 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനിവിടെ ഇതിലേക്ക് 2 കപ്പ് മാവിന് 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് 1 സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതിയാകും. ഒരുപാട് തിന്നായിട്ട് പരത്തി കൊടുക്കരുത്. എന്നിട്ട് ഇതുപോലെ മുകൾ ഭാഗമെല്ലാം കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സൈഡിലായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇനി ഒന്ന് പൊങ്ങി വരും. ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മറുവശവും കൂടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് ഇതുപോലെ നന്നായിട്ട് ഇനി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം നന്നായിട്ട് ഇനി കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് ഇനി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇത് റെഡിയായി കിട്ടും. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്നും മാറ്റിയെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. എല്ലാ ചപ്പാത്തിയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ചപ്പാത്തിയാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.